നമ്മുടെ സഹോദരന്മാരായാലും ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരു പെണ്ണാണെങ്കിൽ അവളുടെ പഠനം നിർത്തിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണ്ട. അവൾക്ക് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാം. 18 വയസ്സായാൽ അവളെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ അവളെ സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കണം ഭർത്താവിന്റെ സമ്മതത്തോടുകൂടെ. ഈ പഠിക്കാൻ പോകുന്നവരൊക്കെ മോശക്കാരാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെയല്ല, പഠിക്കാൻ പോകുന്നവരൊന്നും മോശമല്ല. ആരാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പഠിക്കാൻ പോകുന്നവരൊക്കെ മോശമാണ്. ആരാ പറഞ്ഞത് പഠിക്കാൻ പോകുന്നവരൊക്കെ മോശമാണെന്ന്? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സ്വന്തം വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള മക്കളൊക്കെ നല്ലവരാണോ? പഠിക്കാൻ പോകുന്നവർ മോശക്കാരാണെങ്കിൽ സ്വന്തം വീടിനകത്തുള്ള മക്കളൊക്കെ നല്ലവരാണോ? അങ്ങനെ ഒരു ധാരണയും വേണ്ട. പഠിക്കാൻ പോകുന്ന മക്കൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാകും, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. അവരവരുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവർക്കറിയാം കോളേജിന്റെ ക്യാമ്പസിന്റെ അകത്തലങ്ങളിൽ എന്തൊക്കെയാ നടക്കുന്നത് എന്ന്. വീട് വിട്ടാൽ ബസ് സ്റ്റാൻഡ് മുതൽ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് വരെ വഴിയോരങ്ങളിൽ ആരൊക്കെ എവിടെ എങ്ങനെയൊക്കെ കാത്തിരിക്കുമെന്ന് കോളേജിൽ പോയി പഠിച്ച ഒരു പെൺകുട്ടിക്കറിയാം. അവള് മക്കളെ വളർത്തുമ്പോൾ ആ ഒരു രീതിയിൽ നിയന്ത്രണത്തോടെ വളർത്താൻ അവർക്കറിയും. എന്നാൽ സ്കൂളിന്റെ പടി കയറാത്ത ഒരു ഉമ്മയ്ക്ക് എന്തറിയാനാ എന്താ കോളേജിൽ നടക്കുന്നത്? അവർ കൃത്യമായി ഞായറാഴ്ച പോലും നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുകയാണ്. എന്താണ് കാരണം? സ്പെഷ്യൽ ക്ലാസ് ആണ്. എവിടെ സ്പെഷ്യൽ ക്ലാസ് എന്നറിയോ? തിയേറ്ററുകളിൽ സ്പെഷ്യൽ ക്ലാസ്. ഇവിടെ മക്കളൊക്കെ സ്പെഷ്യൽ ക്ലാസ് അങ്ങനെയാണ്. സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ പോയിട്ട് ചൂരിദാർ മാറ്റൊരു പെൺകുട്ടി. ഒരു പെൺകുട്ടിയോട് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്വന്തം വീട്ടിലല്ലാതെ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ മാറാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ചതാണത്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിഷയമാണത്. സ്വന്തം വീട്ടിലല്ലാതെ വസ്ത്രം മാറ്റാൻ പാടില്ല. അപകടങ്ങൾ പതിയിരിക്കുന്നത് കൊണ്ടാണത്. അപകടങ്ങൾ പതിയിരിക്കുന്നത് കൊണ്ടാണത് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റൈലുകളിൽ പോയി അതേപോലെ ഹോട്ടലുകളിൽ പോയി പല സ്ഥലങ്ങളിൽ പോയി വസ്ത്രം മാറുമ്പോൾ അവിടെ ഹിഡൻ ക്യാമറ പോലെയുള്ള ക്യാമറകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ, അപകടങ്ങൾ പതിയിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വസ്ത്രം പുറത്തു പോയി മാറ്റാൻ പാടില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമിഅ്സർ വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുദ്ഖിൽ ഹലീലതഹുൽ ഹമ്മാം വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖഉദു അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖം വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ ദു മഹ്റം ഫഇന്ന സാലിസഹുമ അശ്ശൈത്താൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അല്ലാഹുവിനെ കൊണ്ട് ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്ന ഒരാൾ ഫലാ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമിഅ്സർ, ഔറത്ത് മറക്കാതെ ബാത്റൂമിൽ കയറാൻ പാടില്ല, നഗ്നരായി കുളിക്കാൻ പാടില്ല. അത് സ്വന്തം വീട്ടിലെ ബാത്റൂം ആണെങ്കിലും ശരി, സ്വന്തം വീട്ടിലെ ബാത്റൂം, ഇനി ഏതെങ്കിലും ഹോട്ടലുകളിൽ പോയി അവിടുത്തെ ബാത്റൂം. എന്താ കാരണം? വേണ്ട, ഔറത്ത് മറക്കാതെ ബാത്റൂമിൽ പോണ്ട, കറാഹത്താണ്. അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വീടിന്റെ പുറത്ത്. ഇനി വീട്ടിലാണെങ്കിൽ വരെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. എത്രയോ ആളുകളാണ് ലഹരിയുടെ അഡിക്റ്റായ മക്കൾ സ്വന്തം മാതാവിന്റെ രഹസ്യഭാഗങ്ങൾ വരെ യാതൊരു മടിയുമില്ലാതെ ക്യാമറകളിലൂടെ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ നമ്മൾ വായിച്ചത്. ഇഷ്ടംപോലെ സംഭവങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. കഞ്ചാവും ലഹരിയും തലക്ക് കയറി സ്വന്തം മാതാവ് മകന്റെ ഗർഭം പേറിയവരുണ്ട്, പിതാവിന്റെ ഗർഭം മക്കള് പേറിയവരുണ്ട്. ഇതൊക്കെ വളരെ സരളമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് സൂക്ഷ്മത എന്നോണം നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുളിക്കാൻ പോകുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും നഗ്നരായി കുളിക്കാൻ പാടില്ല, ഔറത്ത് മറക്കാതെ കുളിക്കാൻ പാടില്ല. ആണായാലും പെണ്ണായാലും പൊതു ബാത്റൂമുകളിലേക്ക് കയറുമ്പോൾ ഔറത്ത് മറക്കണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പിന്നെ പറഞ്ഞു, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്ന ഒരാൾ ഫലാ യുദ്ഖിൽ ഹലീലതഹുൽ ഹമ്മാം, നമ്മുടെ ഭാര്യമാരെ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. പൊതു ടോയ്ലറ്റുകൾ പോലും ഹോസ്പിറ്റല് അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ ബാത്റൂമുകളിൽ നമ്മൾ പോവാണെങ്കിൽ പല സ്ഥലത്തും നമ്മൾ ഹിഡൻ ക്യാമറകളുടെ കഥകൾ കേൾക്കാറുണ്ട്. ഷോപ്പിംഗ് മാളുകളിൽ, വസ്ത്രം ചേഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഫീഡിംഗ് റൂമുകളിൽ, ബാത്റൂമുകളിൽ, ഹോസ്പിറ്റലുകളിൽ. ഇത് തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, ഇതൊക്കെ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയാം. നിങ്ങൾ അങ്ങനെ കയറുമ്പോ ഒന്ന് സൂക്ഷിച്ച് പരിശോധിച്ച് നിങ്ങളുടെ ഔറത്തൊക്കെ വെളിവാവാത്ത രീതിയിൽ സൂക്ഷ്മത കാണിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ വായിച്ചോന്നറിയില്ല, ബ്ലൂ ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്, ഇതുപോലെയുള്ള ഹിഡൻ ക്യാമറകൾ വെച്ച്, ഹിഡൻ ക്യാമറകൾ സ്കൂളുകളിൽ, ബീച്ചുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, തിയേറ്ററുകളിലൊക്കെയുള്ള നമ്മുടെ കൗമാരക്കാരായ പെൺകുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും ഈ അഴിഞ്ഞാട്ടങ്ങൾ ഹിഡൻ ക്യാമറകളിലൂടെ ഒപ്പിയെടുത്തിട്ട് അത്തരം വീഡിയോകളാണ് ബ്ലൂ ഫിലിമിന്റെ സൈറ്റുകളിലുള്ളത്. അത് കാണാനാണ് ആളുകൾക്ക് താല്പര്യം. മറ്റേ പൈസ കൊടുത്ത്, സമ്പത്ത് കൊടുത്ത്, സാലറി കൊടുത്ത് സെക്സ് അഭിനയിക്കുന്ന ഈ നടീനടന്മാരെക്കാളും താല്പര്യം ഇതുപോലെയുള്ള ഹിഡൻ ക്യാമറകൾ കാണാനാണ് എന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ നമ്മുടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട്, അല്ലാതെ ഇനി ഹോസ്പിറ്റലിൽ പോയാല് ഭാര്യക്കോ ബാത്റൂം ഉപയോഗിക്കണം, അവിടെ സൂക്ഷ്മത നല്ലതാണ്. മുഖം മറക്കുന്നത്, അതുപോലെ തന്നെ ഔറത്ത് വെളിവാവാത്ത രീതിയിൽ നിയന്ത്രിക്കുന്നതൊക്കെ നല്ലതാണ്. ഇല്ലെങ്കിൽ അപകടങ്ങൾ അവിടെ പതിയിരിക്കുന്നുണ്ട് എന്നാണ് ഈ മഹത്തായ ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരെ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയണം. പിന്നെ പറഞ്ഞു, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കുകയാണെങ്കിൽ ഫലാ യഖഉദു അലാ മാഇദത്തിൻ യുശ്റബു അലൈഹിൽ ഖംറു, കള്ള് കുടിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. അഥവാ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു സൽക്കാരമുണ്ട്, ഗൾഫിൽ പോയാൽ നിങ്ങൾക്ക് കാണാം അവിടുത്തെ സ്റ്റാഫുകൾ ഒരുമിച്ച് കൂടി ഒരു പാർട്ടി ഉണ്ടാകും. വലിയ വലിയ കമ്പനികളിൽ, ആ കമ്പനികളിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകും, മുസ്ലിമീങ്ങളല്ലാത്ത നോൺ മുസ്ലിംസ് ഉണ്ടാകും. അവർക്കൊക്കെ വർഷത്തിൽ ഒരു പാർട്ടി ഉണ്ടാകും. ഇടയ്ക്കിടെ ബർത്ത്ഡേ പാർട്ടികൾ ഉണ്ടാകും. ആ ബർത്ത്ഡേ പാർട്ടികളിലെല്ലാം മദ്യങ്ങൾ ഉണ്ടാകും, കള്ളുകൾ ഉണ്ടാകും, വൈനുകൾ ഉണ്ടാകും. അതുപോലെയുള്ള ആ സദസ്സിൽ, അവരുടെ ആ സുപ്രയിൽ, അവരുടെ ടേബിളിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ കുടിക്കുന്നോ ഇല്ലേ എന്നുള്ളതല്ല, അവിടെ ഇരിക്കാനേ പാടില്ല, നിങ്ങളെ മാറി നിൽക്കണം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നാലാമതായി ഒരൽപ്പം കൂടി ഗൗരവമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കുന്നവരാൾ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ മഅഹാ ദൂ മഹ്റമിൻ മിൻഹാ, ഒരു മഹ്റമില്ലാത്ത പെണ്ണിന്റെ കൂടെ നിൽക്കാൻ പാടില്ല. അത് ബസ്സാണെങ്കിലും ശരി, ഓട്ടോറിക്ഷയാണെങ്കിലും ശരി, ക്ലാസ് റൂം ആണെങ്കിലും ശരി, ബൈക്കാണെങ്കിലും ശരി, കാറാണെങ്കിലും ശരി, അന്യസ്ത്രീയുടെ കൂടെ ഒരു ആണും നിൽക്കാൻ പാടില്ല. ഒന്നുകിൽ മഹറമായ ഒരാൾ ഉണ്ടാകണമെന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിങ്ങളാരും മോശമായതുകൊണ്ടല്ല. ഉദാഹരണം, ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ആദ്യമായി രാവിലെ 8 മണി പുറത്തിരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. രണ്ടുപേരും അകത്തിരിക്കാൻ പാടില്ല. നിങ്ങൾ മോശക്കാരായതുകൊണ്ടല്ല. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഫഇന്ന സാലിസഹുമ ശൈത്താൻ, അവിടെ മൂന്നാമനായി പിശാച് കയറിക്കൂടുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. മൂന്നാമനായി കടന്നു വരും. പിശാച് വന്നാൽ പിന്നെ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാകും മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക്, പെണ്ണിന്റെ ആണിന്റെ ഹൃദയങ്ങളിലേക്ക് പിശാച് വേണ്ടാത്ത ചിന്തകൾ ഇട്ട് കൊടുക്കാനുണ്ട്.
ഒരുപക്ഷെ രണ്ടുപേർക്കും ഉണ്ടാവൂല, ഒരാളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കും. അങ്ങനെ ഒരാളുടെ ഹൃദയത്തിൽ പിശാച് വേണ്ടാത്ത ഇട്ട് കൊടുക്കുമ്പോഴാണ് പീഡനങ്ങൾ ഉണ്ടാകുന്നത്, ബലാത്സംഗം ഉണ്ടാവുന്നത്. നിങ്ങൾ കണ്ടതല്ലേ, റോഡിന്റെ മധ്യത്തിൽ നിന്ന് പോലും ബംഗാളിലെ ഒരു ടീച്ചറെ, ഒരു ലേഡി സ്റ്റാഫിനെ വളരെ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്തിട്ട് കരിച്ചു കൊന്നത് നമ്മൾ ഈ അടുത്ത് 2 മാസം മുമ്പ് വായിച്ച വാർത്തയാണ്. നിർഭയ കേസിലൂടെയല്ലാതെ പെണ്ണ് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത് അനാവശ്യമായ പീഡനങ്ങളും അനാവശ്യമായ തോന്നിവാസങ്ങളും ഫിത്നയും ഇല്ലാതിരിക്കാനാണ്. ഇതൊക്കെ സൂക്ഷ്മതയോടെയാണ് നബി തങ്ങൾ പറഞ്ഞത്, സൂക്ഷ്മതയോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, സൂക്ഷിക്കുന്ന ആളുകൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറഞ്ഞു വന്നത്, കോളേജിലേക്ക് പോകുന്ന പെൺകുട്ടികൾ പറയാൻ, എന്ത് എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നിട്ട് ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റുക. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ബൈക്കിൽ കയറിട്ട് പോകും. ബാഗ് എടുത്തിട്ട് യൂണിഫോം ഇട്ടിട്ടാ വരിക. യൂണിഫോം ഇട്ടിട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് ബാഗിൽ ഡ്രസ് ഉണ്ട്, ചൂരിദാർ ഉണ്ടാവും. ആ ചൂരിദാർ എടുത്ത് ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ പോയിട്ട് ഉളുപ്പും നാണവും ഇല്ലാത്ത പെൺകുട്ടികൾ ചൂരിദാറും യൂണിഫോം മാറ്റിട്ട് ചൂരിദാർ തിരിച്ചിട്ട് കറങ്ങാൻ പോവാം. പിന്നെ വീണ്ടും തിരിച്ചു വരുമ്പോ വീണ്ടും ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ. എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു അല്ലേ? ഒരല്പമെങ്കിലും നാണവും മാനൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ബസ് സ്റ്റാൻഡിന്റെ പിന്നിലൊക്കെ പോയിട്ട് ഡ്രസ് മാറ്റാൻ പറ്റും? ബാത്റൂമിൽ പോലും നിങ്ങൾ ഡ്രസ് മാറ്റരുതെന്നാ പറഞ്ഞു. അതേപോലെ തിയേറ്ററിലേക്ക് പോവാ, മാളുകളിൽ പോവാ, മാളുകളിൽ പോയിട്ട് യൂണിഫോം മാറ്റി. എന്തിനാ യൂണിഫോം മാറ്റുന്നതെന്ന് അറിയോ? യൂണിഫോം മാറ്റുന്ന എന്തിനാ? അതിന്റെ ആവശ്യം യൂണിഫോം ഇട്ടിട്ട് പോയാൽ പോരാ. യൂണിഫോം ഇട്ടിട്ട് ഒരു ബീച്ചിൽ പോയാൽ ആ ബീച്ചിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ കാണുമ്പോ ഈ സ്കൂളിലെ യൂണിഫോം ആണല്ലോ, അവരെന്ത് ഇവിടെ? പെട്ടെന്ന് സ്കൂളിലുള്ള അധ്യാപകർക്ക് വിളിക്കും, നിങ്ങളെ കുട്ടി ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ടല്ലോ ബീച്ചിൽ. അപ്പൊ ക്ലാസ്സിലെ അധ്യാപകന്മാർ എണ്ണെടുക്കുമ്പോ 10ാം ക്ലാസ് ബിയിൽ ഒരു പെൺകുട്ടിയെ കാണാനില്ല. അപ്പൊ രക്ഷിതാക്കളെ വിളിക്കും, അപ്പൊ ആളെ പിടിക്കും. അപ്പൊ ചുരിദാറിട്ടാൽ അറിയില്ലല്ലോ ഇത് ഏത് കോളേജിലെ കുട്ടിയാണ്, ഏത് സ്കൂളിലെ കുട്ടിയാണ്, കല്യാണം കഴിഞ്ഞതാണോ കഴിയാത്തതാണോ എന്നൊന്നും അറിയില്ലല്ലോ. അതിനുവേണ്ടി മാളുകളിൽ പോയി ചുരിദാർ മാറ്റി, യൂണിഫോം മാറ്റി ചുരിദാർ ധരിച്ച് കറങ്ങാൻ പോകുന്നവരുണ്ട്. ഇതൊക്കെ വളരെ ചുരുങ്ങിയ ഒരു ശതമാനമാണ്. ഇതിന്റെ പേരിൽ എല്ലാരെയും വേട്ടയാടുകയല്ല, വേട്ടയാടാൻ പാടില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, വീട്ടിൽ അനുഭവമില്ലാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഉമ്മമാര് വീട്ടിലുള്ളത് കൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കോളേജുകളിൽ പോയി പരിചയമില്ലാത്ത ഉമ്മമാർ, കോളേജിൽ പോയി പരിചയമുള്ള സ്ത്രീകൾക്കറിയാം ഈ സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറയുമ്പോ ഇവരും പഠിക്കുന്ന കാലത്ത് കുറെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് പലരും പറ്റിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കോളേജുകളിലേക്ക്, സ്കൂളുകളിലേക്ക് പോകുന്ന മക്കൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോ അവരോട് ഒന്നടുത്തു നിന്ന് ചോദിക്കണം, മോളെ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ? സത്യം പറ. ഉണ്ടുമാ? ഉണ്ട്. ആരാ ക്ലാസ് എടുക്കുന്നത്? ഏതാ വിഷയം? വിഷയം ഇതാണ്. ഏതാ അധ്യാപകന്റെ പേരെന്താ? പേര് ഇങ്ങനെയാ. ഒന്ന് നമ്പർ തരുമോ? ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ. അപ്പൊ പരുങ്ങും. ഇതൊക്കെ ചെയ്യണം. ഇതിനൊക്കെ കഴിയുമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ കല്യാണം കഴിക്കണ്ടേ? നിനക്ക് കഴിയോ? മക്കൾ ഇങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ? അല്ല, മക്കള് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോ കുട്ടി പോയിക്കോ, എന്തൊരു സന്തോഷം. വൈകുന്നേരം 5 മണിക്ക് കുട്ടി ഇങ്ങനെ ബാഗ് എടുത്ത് വരുന്ന കാണുമ്പോ എന്റെ കുട്ടി വല്ലാത്ത കുട്ടി തന്നെ, എന്തൊരു പഠനം, എവിടെ പോയിട്ട് പഠിച്ച കുട്ടി, എവിടൊക്കെ സ്കൂളിന്റെ 7 ആലത്ത് പോലും കുട്ടി എത്തിയിട്ട് എന്തായി കുട്ടി പഠിച്ചേ? 7 ആലത്ത് പോലും എത്തിയിട്ടില്ല ഈ കുട്ടി. ബീച്ചിൽ പോയിട്ട് വൈകുന്നേരം വരെ സ്വറ പറഞ്ഞിരുന്നതാ, ബൈക്കിൽ ഇങ്ങോട്ട് കറങ്ങിയതാ. എന്റെ ഉമ്മ ഭയങ്കര അഭിമാനത്തോടു കൂടി മക്കളെ, മമ്മൂളെ ഭക്ഷണം കഴിക്കുക, എങ്ങനെ ഭക്ഷണം ചെയ്യുക? ഉച്ചക്ക് നല്ല മട്ടൻ ബിരിയാണി അടിച്ചതാ കാമുകന്റെ കൂടെ, നിങ്ങളിങ്ങനെ തിന്ന് എന്ന് പറഞ്ഞ കുട്ടിക്ക് കഴിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനൊക്കെ കഴിയുമെങ്കിൽ വിവാഹം കഴിച്ചാൽ മതി. ഇതൊക്കെ ശ്രദ്ധിക്കണം. മാതാപിതാക്കളുടെ തലയിലാണ് മക്കളുടെ ഉത്തരവാദിത്തം. അല്ലാഹു തആല നമ്മെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് നമ്മുടെ മക്കൾ. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ്. ഇപ്പൊ ഞാൻ വാതിന് കയറുമ്പോ ഇവിടെയുള്ള ഒരാളെ കയ്യിൽ എന്റെ മൊബൈൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വാല് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വാല് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടി, ഇതിന്റെ സ്ക്രീൻ കാർഡ് കാണാനില്ല, ഡിസ്പ്ലേ ഒക്കെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ കൊടുത്ത ആൾ എനിക്ക് ഇതിന് പകരം പുതിയ ഫോൺ തരണം. കാരണം എന്തേ? സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ അയാൾ നശിപ്പിക്കാൻ പാടില്ല.
അയാളിത് തകർക്കാൻ പാടില്ല, അശ്രദ്ധ കാണിക്കാൻ പാടില്ല. അയാളിത് വളരെ സുരക്ഷിതമായി വാല് കഴിയുന്നത് വരെ കയ്യിൽ പിടിക്കണം. അയാളുടെ അശ്രദ്ധ കാരണത്താൽ ഇത് പൊട്ടിപ്പോയാൽ അയാൾ ശരിയാക്കി തരണം. അയാളുടെ കടമയാണിത്. അല്ലെ? അല്ലെ? അതേപോലെയാണ് നമ്മുടെ മക്കൾ. അൽഅബ്നാഉ അമാനത്തുൻ ഫീ അഅനാഖികും. അല്ലാഹു തആല സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ എങ്ങനെയാണോ അല്ലാഹു തന്നത് അതേപോലെ തിരിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വവലദൻ സാലിഹൻ തറകഹു. സ്വാലിഹീങ്ങളാക്കി നമ്മുടെ മക്കളെ ഇട്ടേച്ചിട്ടേ ഒരു പിതാവ്, ഒരു മാതാവ് മരിച്ചു പോകാൻ പാടുള്ളൂ. അഥവാ നമ്മെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ് ഈ മക്കൾ. ഇവരെ അശ്രദ്ധ കാരണം, നമ്മുടെ അശ്രദ്ധ കാരണം ഈ മക്കളെങ്ങാനും വഴിപിഴച്ചു പോയാൽ ശ്രദ്ധിക്കണേ. അശ്രദ്ധ കാരണം ഈ മൊബൈൽ പൊളിച്ചപ്പോൾ അയാൾ എനിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വന്നതുപോലെ നമ്മുടെ അശ്രദ്ധ കാരണത്താൽ ഈ മക്കളെങ്ങാനും വഴികേടിലായാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മാതാപിതാക്കളാണ് സമാധാനം പറയേണ്ടത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ എപ്പോഴാ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ തിരിച്ചറിയുക. കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ആവേശത്തോടെ കല്യാണം കഴിക്കാൻ, എല്ലാരും കഴിക്കല്ലേ, ഞാനും അങ്ങോട്ട് കഴിക്കാൻ. യാ മഅ്ശറ ശബാബ്, അല്ലയോ ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം. എപ്പോഴാണ് കല്യാണം കഴിക്കേണ്ടത്? ഒരു ചെറുപ്പക്കാരന്റെ പ്രായം 22 വയസ്സാണ്, ഒരു പെൺകുട്ടിയുടെ പ്രായം 18 വയസ്സാണ്. ഈ സമയത്ത് നിങ്ങൾ വേഗം കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചു എന്ന കാരണത്താൽ നിങ്ങളുടെ പഠനം മുടങ്ങാൻ പാടില്ല. 22 വയസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ PG കംപ്ലീറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇനി PhD ചെയ്യണം, MPhil ചെയ്യണം, ഇനി മറ്റുള്ള ഓരോ മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യണം. ഇതിനൊക്കെ പഠിക്കാൻ ഉന്നതമായ യൂണിവേഴ്സിറ്റികളിലേക്ക്, കലാലയങ്ങളിലേക്ക് പോകാനുണ്ട്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പുറത്തു പോകാനുണ്ട്. ഡൽഹിയിൽ ജാമ്യയിൽ പോകണം, JNUവിൽ പോകണം, മദ്രാസ് IITയിൽ പോകണം. ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചിന്ത. വയസ്സ് 22 അതൊക്കെ കഴിഞ്ഞിട്ട് പോരാ കല്യാണം. പോരാ, 22 വയസ്സാകുമ്പോൾ നിക്കാഹ് കഴിക്കണം. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നീ നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ നാട്ടിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ ഹറാമിലേക്ക് പോവാതിരിക്കാനാണത്. നിന്റെ ഗുഹ്യാവയവങ്ങളിലൂടെ ലൈംഗികമായ വ്യഭിചാരങ്ങൾ സംഭവിക്കാതിരിക്കാനാണ്. സ്വന്തമായൊരു ഭാര്യയുണ്ടാകുമ്പോൾ, സ്വന്തമായൊരു ഇണയുണ്ടാകുമ്പോൾ നിങ്ങൾ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യത കുറവാണ്. തീരെയില്ലാന്നല്ല, സാധ്യത കുറവാണ്. സ്വന്തമായൊരു ഭാര്യ ഉണ്ടാകുമ്പോ നിങ്ങൾ ദൂരത്ത് പോയിട്ട് പഠിക്കാൻ, എങ്കിൽ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ഭാര്യ ഉണ്ടല്ലോ, ആ ഭാര്യ ഉണ്ടാകുമ്പോ നിങ്ങൾക്കൊരു അവിഹിത ബന്ധത്തിന് ഇവിടെ സ്കോപ്പില്ല. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല. എന്തേ? ഇയാൾ കല്യാണം കഴിച്ച ആളാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ അങ്ങനെ അടുക്കൂല. പെണ്ണാണെങ്കിലും അതേപോലെ. കോളേജിൽ പോകുന്നൊരു പെൺകുട്ടി, ഇവള് പ്രപ്പോസൽ കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞാണ്, അപ്പൊ അങ്ങനെ ആളുകൾ അങ്ങോട്ട് അടുക്കൂല. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. എന്തിനാണിത് പറഞ്ഞത്? കണ്ണുകൾ ഹറാമിലേക്ക് പോവാതിരിക്കാനും ലൈംഗിക അവയവങ്ങളിലൂടെ ഹറാം സംഭവിക്കാതിരിക്കാനുമാണ് അല്ലാഹു തആല പരിശുദ്ധ ഹബീബ് വേഗം കല്യാണം കഴിക്കാൻ പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനി. നിങ്ങൾ വളരെ നേരത്തെ കല്യാണം കഴിച്ചാൽ, നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ദീനിന്റെ 2/3 ഭാഗം അല്ലാഹു സംരക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കല്യാണം കഴിക്കലോടുകൂടി ഒരു മനുഷ്യൻ 70% നന്നാവുമെന്നാണ്. വിവാഹം കഴിക്കലോടുകൂടി 70% നന്നാവും, സ്വാഭാവികമാണ്. വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിടുമ്പോ, കോളേജ് വിടുമ്പോ ബൈക്ക് കൊടുത്തിട്ട് കറങ്ങാൻ വന്നിരുന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചാൽ അങ്ങനെ കറങ്ങാൻ വന്നിട്ട് നമ്പർ കൊടുക്കുന്നതും പിന്നാലെ വരുന്നതൊക്കെ നിർത്തും. കാരണം എന്താ? വീട്ടിലൊരു പെണ്ണുണ്ട്. രാത്രിയായാൽ കിടന്നുറങ്ങാതെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് സൊറ പറഞ്ഞ് രാത്രി 2 മണിക്കൊക്കെ വീട്ടിൽ കയറിയിരുന്നൊരു ചെറുപ്പക്കാരൻ വിവാഹം കഴിഞ്ഞാൽ കൃത്യമായി 9 മണിക്ക് വീട്ടിലേക്കെത്തും, 10 മണിക്ക് വീട്ടിലേക്കെത്തും. എന്താ കാരണം? ഭാര്യ വിളിക്കും, നിങ്ങൾ എവിടെ? കാണുന്നില്ലല്ലോ. ആ, ഞാൻ ഇവിടെ ഉണ്ട്, എന്നാ വേഗം വരൂ. ഉമ്മ വിളിച്ച ഫോൺ എടുക്കൂല. എന്നാ ഉമ്മ നമുക്ക് സ്വൈര്യം തരും. ഉമ്മ വിളിച്ചിട്ട് ഇപ്പൊ നമ്മള് വൈകിപ്പോയാൽ ഉമ്മ ഇങ്ങനെ കിരികിരിയാക്കൂല. ഉമ്മ എന്താ നീ വൈകി, എനിക്ക് വേറെ പണിയുണ്ടായി, ഉമ്മ അങ്ങനെ പറഞ്ഞു ഉമ്മ ഉണ്ടാണ്ടിരിക്കും. എന്നാ ഭാര്യ അങ്ങനല്ല, സുബഹി വരെ ഉറങ്ങാൻ സമ്മതിക്കൂല. അപ്പൊ അത് പേടിച്ചിട്ട് വേഗം. മനസ്സിലായി? ഇനി ഫോൺ എടുത്തില്ലെങ്കിൽ പടച്ചോനെ വീട്ടിലേക്ക് കയറാനേ പറ്റൂല. ഉമ്മാന്റെ ഫോൺ എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉമ്മ ഒരു ബെല്ലടിക്കുമ്പോ വീട് തുറന്നിടും. ഭാര്യ ഫോൺ എടുത്തില്ലെങ്കിൽ വീട്ടിലേക്ക് കയറ്റൂല. ഇതൊക്കെ കൊണ്ട് വേഗം നിങ്ങൾ എന്താകും? വീട്ടിലേക്ക് എത്തും. അതുകൊണ്ട് അവിഹിത ബന്ധങ്ങളോ കാഴ്ചകളോ കേൾവികളോ നമ്മളിൽ ഉണ്ടാവൂല.
അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? 22 വയസ്സായാൽ എന്റെ രക്ഷിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കണം. വിവാഹം വൈകാൻ പാടില്ല. അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു ഹദീസുണ്ട്, മൻ വുലിദ ലഹു മൗലൂദുൻ ഫല്യുഹ്സിൻ ഇസ്മഹു വഅദബ. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ നിങ്ങൾ പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം. ഫഇൻ ബലഗ ഫല്യുസവ്വിജുഹു. നിങ്ങൾ പ്രായപൂർത്തിയെത്തിയാൽ ഉടനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം. എങ്ങനെയാണ്? പ്രായപൂർത്തിയെത്തിയാൽ ഉടനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. പ്രായപൂർത്തിയെത്തിയാൽ ഉടനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ നിയമപ്രകാരം 22 വയസ്സായാൽ ഒരു ആണിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. 18 വയസ്സായാൽ ഒരു പെണ്ണിനും വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. 22 വയസ്സായി വലം യുസവ്വിജുഹു, മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്തില്ല. ഫഇൻ അസ്വാബ ഇസ്മൻ, അയാൾ സ്കൂളിന്റെ വരാന്തകളിലേക്കും തെരുവോരങ്ങളിലേക്കും വന്നിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് ഇരുന്നിട്ട് വായ നോക്കുകയാണെങ്കിൽ ഫഇന്നമാ ഇസ്മുഹു അലാ അബവൈ, അവർ ചെയ്യുന്ന ഹറാമിന്റെ ഓഹരി മാതാപിതാക്കളുടെ ഏടിൽ അല്ലാഹു കുറിച്ചു വെക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഒരു പെൺകുട്ടി 18 വയസ്സായി നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്തില്ല. ആ പെൺകുട്ടി രാത്രി ഏതെങ്കിലും ഒരു കാമുകനോട് സുബഹി വരെ വീഡിയോ കോൺഫറൻസ് നടത്തുകയാണെങ്കിൽ, വീഡിയോ കോൺഫറൻസ് നടത്താൻ നിങ്ങളെല്ലാവരും ഉറങ്ങുകയാണ്, നിങ്ങളുടെ സ്വന്തം വീട്ടിലെ നിങ്ങൾക്ക് നിശ്ചയിച്ച് നിങ്ങളുടെ മുറിയിൽ കിടന്നുറങ്ങുകയാണ്. 4ഉം 5ഉം മുറികളുള്ള നമ്മുടെ വീടുകളിൽ ഇന്ന് 18കാരി ഒരു മുറിയിൽ, 15കാരി മറ്റൊരു മുറിയിൽ, 22കാരൻ മറ്റൊരു മുറിയിൽ, അങ്ങനെ ഓരോ ആളുകൾ ഓരോ മുറിയിൽ കയറി കതകടച്ചാൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്ക് അറിയാൻ കഴിയുമോ? എന്താ അവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഉറങ്ങാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് 3 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഒന്നിച്ച് കിടന്നുറങ്ങട്ടെ. ഒറ്റയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ അവരുടെ അടുത്തേക്ക് പിശാച് കടന്നു വരുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒറ്റയ്ക്കായാൽ പിശാച് ഉണ്ടാകും, ഉറപ്പല്ലേ? ഒരു 18കാരി അവളിങ്ങനെ കണ്ടവരോടൊക്കെ ചാറ്റും ചെയ്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ വാതിലിന്റെ കുറ്റിയടിച്ചു. പിന്നെ ഉമ്മ വാതിൽ മുട്ടിയാൽ അവൾ എന്ത് ചെയ്യും? വാതിൽ തുറക്കും. ഉമ്മക്ക് എന്തെങ്കിലും കാണാനുണ്ടോ? വേണമെങ്കിൽ ഒരു മുസല്ല എടുത്തിട്ട് നിസ്കാര കുപ്പായിട്ടിട്ട് തസ്ബീമാലം കൈ പിടിച്ചിട്ടിരിക്കുക. ഡോർ തുറക്കുന്ന സമയം വേഗം ഒരു നിസ്കാര കുപ്പായിട്ട് മുസല്ല എഴുതിട്ട് തസ്ബീമാലം പിടിച്ച് ഡോർ തുറക്കുക. ഓ, എന്റെ മോൾ എന്തോ ഒരു നിസ്കാരാണെന്ന് ഉമ്മ വിചാരിക്കുക. ഉമ്മക്ക് വല്ലതറിയോ? അല്ലെങ്കിൽ അവിടെയുള്ള ടേബിളിൽ ഒരു പുസ്തകം പിടിച്ചിട്ട് ഇങ്ങനെ ഉറക്കുന്നു, ഇങ്ങനെ പഠിക്കുന്നത് പോലെ അഭിനയിക്കുക. ഉമ്മക്ക് എന്റെ മോള് രാത്രി 12 മണിക്ക് പഠിക്കാനാണല്ലോ പഠിച്ചോനെ. ഇതൊക്കെ എന്ത് സിമ്പിളാണ്! നിങ്ങൾ എന്താ ഇത് മനസ്സിലാക്കാത്തത്? എന്ത് സിമ്പിളാണ്! വളരെ നൈസായി ചീറ്റ് ചെയ്യാൻ പറ്റുന്ന കാലല്ലേ. അതുകൊണ്ടാണ് കഥ കടച്ചുകൊണ്ട് ഒറ്റയ്ക്കുറങ്ങാൻ നമ്മുടെ മക്കൾ അനുവദിക്കരുത് എന്ന് പറഞ്ഞത്. ഇതൊക്കെ അവരെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. അതിന് എന്നെന്ത് വിശ്വാസമില്ല ഉമ്മ അങ്ങനെ ചോദിക്കാണ്ട്, അതൊക്കെ തട്ടിപ്പാണ്. എന്നെ വിശ്വാസമില്ല ഉമ്മ എന്നാ ചോദിക്കുക. നിന്നെ വിശ്വാസമൊക്കെ ഉണ്ട്, നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ മതി. 2 മക്കൾ ഒന്നിച്ചു കിടന്നാൽ, ആ പെൺകുട്ടി 2 ജ്യേഷ്ഠത്തെയും അനുജത്തെയും ഒന്നിച്ചു കിടന്നാൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സംസാരിക്കാൻ പറ്റൂല. സംസാരിച്ച അനുജത്തി പോയി ഉമ്മയോട് പറയും, ഉമ്മ ജ്യേഷ്ഠത്തി രാവിലെ വരെ സംസാരത്തിലായിരുന്നു, അവ പിടികൂടും. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ മക്കൾ കഥ കടച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന ഒരു സംവിധാനം അവസരം കൊടുക്കരുത്. ഏത് സമയത്തും നമ്മൾ അവരറിയാതെ അവരുടെ റൂമിലേക്ക് കയറാൻ ഒരു പിതാവിനും മാതാവിനും കഴിയണം. കാരണം നമ്മൾ മഹ്റമല്ലേ, ഉപ്പ മഹ്റമല്ലേ, ഉമ്മ മഹ്റമല്ലേ. ഉപ്പാക്ക് ഏത് സമയത്ത് രാത്രി ഇങ്ങനെ തോന്നാൻ എന്റെ മക്കളൊന്ന് പരിശോധിക്കണം, ഉറങ്ങുന്നുണ്ടോ, അങ്ങനെ നോക്കണമെന്ന് തോന്നിയാൽ വാതിലിങ്ങനെ മുട്ടി കുറ്റി തുറക്കുന്നത് കാത്തു നിൽക്കാതെ ഡയറക്റ്റ് എൻട്രി, ഗ്രീൻ എൻട്രി വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾക്ക് അവരെ പരിശോധിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെ മക്കളോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ല മുഅ്മിനീങ്ങളെ, ഇതൊക്കെ രക്ഷിതാവായ മാതാപിതാക്കളുടെ കടമയാണ്. എന്തുകൊണ്ട്? അവരുടെ ഭാഗത്ത് ഹറാമ് വരാതിരിക്കാൻ. നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് ദുനിയാവിന് വേണ്ടിയല്ല, നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് പാരത്രിക ലോകത്തിന് വേണ്ടിയാണ്, ആഖിറത്തിന് വേണ്ടിയാണ്. ആഖിറത്തിൽ രക്ഷപ്പെടണമെന്നുള്ള താല്പര്യത്തോടെയാണ്. അപ്പൊ ഹറാമുകൾ ഇവിടെ ചെയ്താൽ നാളെ ഈ മക്കൾ നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അല്ലാഹുവിനോട് ഈ മക്കൾ നാളെ പറയുമെന്നല്ലേ പറഞ്ഞത്? റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് ലനജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ
വലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാഹുവേ എന്റെ മാതാപിതാക്കളെ ഒന്ന് കാണിച്ചു താ അല്ലാ. അവരാണ് ഞങ്ങളെ വഴി പിഴപ്പിച്ചത്, അവരെ കാരണത്താലാണ് ഞങ്ങൾ മോശമായത് എന്ന് നമ്മുടെ സ്വന്തം മക്കൾ അള്ളാഹുവിന്റെ കോടതിയിൽ വിളിച്ചു പറഞ്ഞാൽ, നമ്മുടെ അശ്രദ്ധ കാരണത്താൽ ഇവിടെ മക്കൾ വഴിപിഴച്ചു പോയാൽ അതിന്റെ പേരിൽ നാളെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട. അതുകൊണ്ടാണ് അശ്രദ്ധയുണ്ടാവാൻ പാടില്ല. നിരന്തരമായി നിരീക്ഷിക്കണം നമ്മൾ. 18 വയസ്സായ ഒരു പെൺകുട്ടിക്ക് നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്താൽ വേറെ ചിന്തയുണ്ടാവൂല. പിന്നെ ചിന്തയുണ്ടാവൂല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേറെ കുറെ കഥ പറയാനുണ്ടാവും. കല്യാണം കഴിച്ചിട്ട് ഉസ്താദെ എന്റെ മക്കൾ ഇട്ടിട്ട് ഒളിച്ചോടുന്നില്ലേ? അതൊക്കെ റയറാണ്, മനസ്സിലായോ? അതൊക്കെ വിരളമാണ്. അതൊക്കെ 100-ൽ 2% ഉള്ളൂ, 1% ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കഥകൾ കമ്പയർ ചെയ്യണ്ട, മനസ്സിലായോ? ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനും കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനും തമ്മിൽ 2 ഡിഫറന്റ് ഉണ്ട്. വേഗം കല്യാണം കഴിക്കണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് അക്കാഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, യാ അക്കാഫ് ഹൽ ലക മിൻ സൗജ? കല്യാണം കഴിച്ചോ അക്കാഫേ? ഇല്ല നബിയെ, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്തേ? വഅൻത മൂസിറുൻ ബിഖൈർ. സാമ്പത്തികമായി പ്രയാസമുണ്ടോ? പൈസ ഇല്ലേ? ദാരിദ്ര്യമാണോ വിവാഹം കഴിക്കാൻ വൈകി പോകുന്നത്? അല്ല നബിയെ, വഅന മൂസിറുൻ ബിഖൈർ. സാമ്പത്തികമായി എനിക്കൊരു പ്രയാസവുമില്ല നബിയെ, ഞാൻ നല്ല മുതലാളിയാണ് നബിയെ. അപ്പോഴാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, ചെവി തുറന്ന് കേട്ടോളൂ എന്റെ രക്ഷിതാക്കളെ, എന്റെ ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ ചെവി തുറന്നു കേട്ടോളൂ. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടായിട്ട്, സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് വിവാഹം കഴിക്കാതെ ബാച്ചിലേഴ്സായി നടക്കുന്ന 22 കഴിഞ്ഞ എല്ലാ ചെറുപ്പക്കാരും കേട്ടോളൂ. നബി തങ്ങൾ പറഞ്ഞു, അൻത ഇദം മിൻ ഇഖ്വാനി ശൈത്വാൻ. സാമ്പത്തികമായി കഴിവുണ്ടായിട്ടും വിവാഹം കഴിക്കാതെ വിവാഹത്തെ പിന്തിപ്പിച്ചു നടക്കുന്ന ആളുകളെ, നിങ്ങളുടെ കൂട്ടുകാർ പിശാച്ചാണ്, നിങ്ങൾ ശൈത്വാന്റെ കൂട്ടുകാരാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നിങ്ങൾ പിശാച്ചിന്റെ കൂട്ടുകാരാണ്, പിശാച്ചിന്റെ കൂട്ടുകാരാണ് നിങ്ങൾ. എന്നിട്ട് പറഞ്ഞു, ഷിറാറുക്കും ഉസ്സാബുക്കും. നിങ്ങളുടെ നാട്ടിലെ ചമ്മാടികളായ ആളുകൾ ബാച്ചിലേഴ്സ് ആയിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ചമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് വിവാഹം കഴിക്കാത്ത ബാച്ചിലേഴ്സ് ആയിരിക്കുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. വഅർദലു മൗതാകും ഉസ്സാബുക്കും. നിങ്ങളിൽ ഈമാൻ സലാമത്താവാതെ ആഖിബത്ത് മോശമായി മരിക്കാൻ സാധ്യതയുള്ളതും ബാച്ചിലേഴ്സ് ആണ്, വിവാഹം കഴിക്കാത്ത. നബിയെ, അതേ സദസ്സിൽ വെച്ച് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് ഒരു സഹോദരിയെ കൊണ്ട് അക്കാഫിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു എന്നാണ് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വിവാഹം ഒരു കാരണവശാലും പഠിക്കുകയാണ്, എന്റെ മോള് പഠിച്ചു തീരട്ടെ എന്ന കാരണത്താൽ വൈകണ്ട. നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്ത് ഭർത്താവിനോട് വളരെ നേരത്തെ തന്നെ എന്റെ പെണ്ണിന് പഠിക്കാൻ അനുവാദം നൽകണം എന്ന സമ്മതത്തോടുകൂടെ. അതേപോലെ PG പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ 22 വയസ്സ് പൂർത്തിയായാൽ അയാളെയും നിക്കാഹ് കഴിപ്പിച്ചവർ തുടർ പഠനം നടത്തട്ടെ. പിന്നെ എങ്ങനെ മക്കളെ ചെലവ് കൊടുക്കും? പഠിക്കല്ലേ രണ്ടുപേരും? ചെലവ് കൊടുക്കാൻ ഉണ്ടാവൂല, കാരണം പെണ്ണിന്റെ വീട്ടിലായിരിക്കും, ആണിന്റെ വീട്ടിലായിരിക്കും. പിന്നെ അവർക്ക് ഇങ്ങനെ കറങ്ങാനുള്ള പൈസ, ചെറിയ പൈസ ആവശ്യമുള്ളത് അവരെ സമ്പാദിക്കും ചെയ്യും. ഇവിടെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് നമ്മൾ ഓർക്കേണ്ടത്. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും വഇൻ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളലിഹി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറയാണ്, വആകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും. നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലവരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേഗം നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ഇയകൂനു ഫുഖറാ. അവർ ദരിദ്രരാണെങ്കിൽ, അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ, യുഗ്നിഹിമുല്ലാഹു മിൻ ഫളലി. അല്ലാഹു തആല അവർക്ക് ക്യാഷ് നൽകും, അല്ലാഹു അവർക്ക് സമ്പത്ത് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ വിവാഹം മുടക്കണ്ട. ദീനിയായ ഒരു ചെറുപ്പക്കാരനാണോ, കഴിവും തറവാടും നല്ല സ്വഭാവവുമുള്ള ഒരു ചെറുപ്പക്കാരനാണോ, ഉടനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്ക്. പൈസയില്ല എന്ന കാരണത്താൽ വിവാഹത്തെ നിങ്ങൾ വൈകിക്കാൻ പാടില്ല. നല്ലൊരു ജോലിയില്ലല്ലോ ചെറുപ്പക്കാരന്, നല്ലൊരു ജോലിയില്ലല്ലോ ചെറുപ്പക്കാരന്, അതുകൊണ്ട് വേണ്ട കല്യാണം, ഇപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ, ജോലിയൊക്കെ ആയി സെറ്റിൽ ആവട്ടെ, വേണ്ട. അങ്ങനെ ചിന്തിക്കരുത്. യുഗ്നിഹിമുല്ലാഹു മിൻ ഫളലി. അല്ലാഹു തആല സമ്പത്ത് നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്.
എന്തിനാവണം വിവാഹം കഴിക്കുന്നത്? കണ്ണ് ഹറാമിലേക്ക് പോവാതിരിക്കാൻ. അതേപോലെ തന്നെ ചെവിയിലൂടെ ഹറാമ് കേൾക്കാതിരിക്കാൻ, വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരാതിരിക്കാൻ. അല്ലാഹു തആല നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാകട്ടെ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ മഹാനായ ഇമ്രാൻ എന്നവർക്ക് അല്ലാഹു തആല ഒരു കുട്ടിയെ നൽകാൻ പോവുകയാണ്. അവരുടെ പ്രാർത്ഥനയാണ്, നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇമ്രാൻ എന്നവർക്ക് അല്ലാഹു തആല ഒരു മകളെ നൽകാൻ പോകുന്നത്. ആ മകളുടെ പേര് മറിയം ബീവി എന്നാണ്. മറിയം എന്ന് പറയുന്ന മകളെയാണ് അല്ലാഹു തആല നൽകുന്നത്. പക്ഷേ അവർ ദുആ ചെയ്തത്, അല്ലാഹുവേ ഒരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയെ ഞങ്ങൾ പള്ളിയിൽ നിനക്ക് വേണ്ടി നേർച്ചയാക്കുകയാണ് എന്ന് അല്ലാഹുവിനോട് നേർച്ചയാക്കിയ ആ കുടുംബത്തിന് അല്ലാഹു നൽകുന്നത് പെൺകുട്ടിയെയാണ്. എന്നാൽ ആ പെൺകുട്ടിക്ക് എല്ലാവിധ പ്രത്യേകതകളും അല്ലാഹു നൽകി, എല്ലാവിധ കഴിവും നൽകി. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമാണ് ആ പെൺകുട്ടിയെ വളർത്തുന്നത്. ആ പെൺകുട്ടിയെ ഇങ്ങനെ വളർത്തുമ്പോഴാണ് അത്ഭുതകരമായി ആ പെൺകുട്ടിയുടെ മുറിയിൽ നാട്ടിലില്ലാത്ത പഴങ്ങൾ കാണാനിടയായത്. നാട്ടിലില്ലാത്ത ഫ്രൂട്ട്സുകൾ, നാട്ടിലില്ലാത്ത വിഭവങ്ങൾ. എവിടെന്നാ മോളെ ഇത്? അന്നാലക്കി ഹാദാ, എവിടെന്നാണ് മറിയം ബീവിയെ നിങ്ങൾക്ക് ഈ ഭക്ഷണമൊക്കെ കിട്ടിയത്? അപ്പോഴാണ് സക്കരിയ നബിയോട് പറഞ്ഞത്, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെനിക്ക് എന്റെ റബ്ബ് തന്നതാണ്, ആകാശ ലോകങ്ങളിൽ നിന്ന് അല്ലാഹു തന്നതാണ്. അങ്ങനെ ഈ സാലിഹത്തായ ഈ ദീനീ ബോധമുള്ള ഒരു പെണ്ണിനെ കിട്ടാനുള്ള കാരണം വ ഇന്നി ഉഈദുഹാ ബിക വദുല്ലിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്നുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ എനിക്ക് തരാൻ പോകുന്ന കുഞ്ഞിനെ പിശാചിന്റെ ശർറിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാ. പിശാചിന്റെ ശർറിൽ നിന്ന്, പിശാചിന്റെ ഫിത്നയിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് എനിക്ക് തരാൻ പോകുന്ന കുട്ടിയെ നീ കാക്കണേ എന്ന് നിരന്തരമായി ദുആ ചെയ്യാറുണ്ട് ഇമ്രാൻ എന്നവരുടെ ഭാര്യയായ മറിയം ബീവിയുടെ മാതാവ്. അങ്ങനെ ഗർഭകാലത്തുള്ള നിരന്തരമായ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അല്ലാഹു തആല മറിയം എന്നു പേരുള്ള ഒരു കുഞ്ഞിനെ നൽകുന്നത്. ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസനിൻ വഅംബതഹാ നബാതൻ ഹസനാ, ഏറ്റവും നല്ല കുട്ടിയായി ആ കുട്ടിയെ വളർത്തുകയാണ്. ഖൈറു നിസാഇഹാ, ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല പെണ്ണ് മറിയം ഇബ്നത്തു ഇമ്രാൻ എന്ന ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടിയെ വളർത്തുമ്പോഴാണ് സക്കരിയ നബി അലൈഹിസ്സലാമിന് അന്ന് 100 വയസ്സോളം എത്തിയിട്ടുണ്ട്. താടി രോമങ്ങൾ നിറച്ചിട്ടുണ്ട്, മുടി നിറച്ചിട്ടുണ്ട്, കൈകാലുകളൊക്കെ ശയിച്ചു പോയിട്ടുണ്ട്. വാർദ്ധക്യം കാരണത്താൽ ഒരാൾക്കുണ്ടാവാറുള്ള സ്വാഭാവികമായ പ്രായത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ ഹൈള് പോലും, മെൻസ്ട്രേഷൻ പോലും നിന്നുപോയ ഒരു പെണ്ണായി മാറിയിട്ടുണ്ട്, അഥവാ കിഴവിയായിട്ടുണ്ട്. ഹൈള് നിന്നുപോയാൽ പിന്നെ കുട്ടി ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. എന്നാൽ നല്ലവളായ മറിയം ബീവിയെ കണ്ടപ്പോൾ സക്കരിയ നബിക്ക് തോന്നി എനിക്കും ഒരു കുട്ടി ഉണ്ടാവണമെന്ന്. അതുവരെ ദുആ ചെയ്ത ആളാണ്. ഈ കുട്ടിയെ വകഫലഹാ സക്കരിയ നബി ഇങ്ങനെ പോറ്റി വളർത്തുകയാണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിചാരണയില്ലാതെ, കണക്കില്ലാതെ, ചോദ്യമില്ലാതെ അല്ലാഹു വാരിക്കോരി കൊടുക്കുമെന്ന് മറിയം ബീവി പറഞ്ഞു. ആ സമയത്താണ് ഹുനാലിക ദഅ സക്കരിയ, ഇങ്ങനെ ഒരു സ്വാലിഹത്തായ അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടപ്പോഴാണ് സക്കരിയ നബിക്ക് താല്പര്യം വരുന്നത്. ദഅ സക്കരിയ റബ്ബ, അല്ലാഹുവിനോട് ദുആ ചെയ്തു. റബ്ബി ഹബ്ലി മിൻ ലദുക ദുർരിയതൻ ത്വയ്യിബ, അല്ലാഹുവേ ഇതേപോലെ ഒരു സ്വാലിഹത്തായ നല്ല ഒരു കുട്ടിയെ എനിക്ക് തരണേ അല്ലാ. ദുർരിയതൻ ത്വയ്യിബ, നല്ലൊരു കുഞ്ഞിനെ എനിക്ക് തരണേ അല്ലാ. ഇന്നക സമീഉദ് ദുആ, അല്ലാഹുവേ നീ പ്രാർത്ഥനകൾ സ്വീകരിക്കുമല്ലോ. ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഹൈള് പോലും നിന്നുപോയ ഒരു പെണ്ണിന് ഈ വൃദ്ധനായ സക്കരിയ നബിയിൽ നിന്ന് അല്ലാഹു യഹ്യ എന്ന പേരുള്ള കുഞ്ഞിനെ നൽകിയത്. അപ്പൊ കുഞ്ഞുണ്ടാകണമെന്ന താല്പര്യം തോന്നിയത് എപ്പോഴാ? സ്വാലിഹത്തായ മറിയം ബീവിക്ക് അല്ലാഹു നൽകുന്ന അത്ഭുതങ്ങൾ കണ്ടപ്പോഴാണ്.
സ്വാലിഹീങ്ങളായ മക്കൾ എന്നും നമ്മുടെ സന്തോഷമാണ്, അവർ നമ്മുടെ അഭിമാനമാണ്, അവരാണ് നാളെ നമ്മൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കേണ്ടത്. അതുകൊണ്ട് മക്കൾ സ്വാലിഹീങ്ങളാവാനുള്ള ചില വഴികളാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നിരന്തരമായി നിരീക്ഷിക്കണം അവര് പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ അവരെ പരിശോധിക്കണം. മക്കൾ പതിവിന് വിപരീതമായി ദേഷ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ പ്രേമം തലക്കുടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കഞ്ചാവ് തലക്കുടിച്ചിട്ടുണ്ടാവും. പതിവിന് വിപരീതമായിട്ട് മക്കൾ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ ഐസൊലേഷൻ, ഒറ്റയ്ക്ക് ഏകാന്തവാസം. ഇപ്പൊ പണ്ടത്തെ പോലെ ഉമ്മാനോടൊന്നും മിണ്ടാൻ വരുന്നില്ല. വൈകുന്നേരം സ്കൂള് വിട്ട് വന്നാലും മുറിയിൽ തന്നെ, സ്കൂള് വിട്ട് വന്നാലും ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നൊക്കെ അകന്ന് ഒറ്റയ്ക്കിരിക്കാൻ. എങ്കിൽ എന്തോ പ്രശ്നം കുട്ടിക്കുണ്ട്. പ്രേമമോ പ്രണയമോ കഞ്ചാവോ മയക്കുമരുന്നോ ലഹരിയോ എന്തോ പിടിപെട്ടിട്ടുണ്ട്. പരിശോധന നടത്തണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പെട്ടെന്ന് മക്കൾ ദേഷ്യപ്പെടുക, പതിവിന് വിപരീതമായിട്ട് എന്തോ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനാണ് ഉമ്മയും ഉപ്പയും. അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമുണ്ടോ? മക്കളെ പോറ്റാൻ നിങ്ങളൊന്നും ആവശ്യമില്ല. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത എത്ര മക്കൾ ഇവിടെ സുഖജീവിതം നയിക്കുന്നുണ്ട്. ഉപ്പായം വാങ്ങിച്ചു കൊടുക്കാനും, തീറ്റ വാങ്ങിച്ചു കൊടുക്കാനും, ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനും നിങ്ങളൊന്നും ആവശ്യമില്ല. അതിനിവിടെ ഇഷ്ടം പോലെ ചാരിറ്റി പ്രവർത്തകരുണ്ട്. അതൊക്കെ അവര് ചെയ്തോളും. നിങ്ങളുടെ പണി തീറ്റ കൊടുക്കലും കുപ്പായം വാങ്ങിച്ചു കൊടുക്കലല്ല, നിങ്ങളുടെ പണി ദീൻ കൊടുക്കലാണ്. അതിനാ നിങ്ങൾ ഏൽപ്പിച്ചു. ദീൻ കൊടുക്കാനാ മാതാപിതാക്കൾ ഏൽപ്പിച്ചു. അതാണ് കുറച്ച് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് പറയാൻ കാരണം. തിന്നാൻ കൊടുക്കാൻ എന്താ പണി? വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ എന്താ പണി? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും. അതൊന്നും ഒരു പണിയല്ല. പണി എന്ന് പറയുന്നത് അവരെ ദീനീ ചിട്ടയോടുകൂടി വളർത്തലാണ്. ദീനീ ചിട്ടയോടുകൂടി വളർത്തലാണ് മാതാപിതാക്കളുടെ പണി. നിങ്ങൾക്കത് കഴിയില്ലേ? അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യും. അത് കഴിയുന്നവർ മാത്രം വിവാഹം കഴിച്ചാൽ മതി.